നമസ്കാരം. ഗാസയെ കുരുതിക്കളമാക്കി ചൊവ്വാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിനു പിന്നാലെ വീണ്ടും കരയാക്രമണം തുടങ്ങിയിരിക്കുകയാണ് ഇസ്രയേൽ. ഗാസ മുനമ്പിൽ ഇസ്രയേൽ സൈന്യം ആക്രമണം പുനരാരംഭിക്കുകയും ഒരു പ്രധാന കര ഇടനാഴിയുടെ നിയന്ത്രണം തിരിച്ചു പിടിക്കുകയും ചെയ്തിരിക്കുകയാണ്. ശേഷിക്കുന്ന ബന്ദികളെ വിട്ടയക്കാനും ഹമാസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനും ഗാസക്കാർക്ക് ഇസ്രയേൽ ബുധനാഴ്ച അന്തിമ മുന്നറിയിപ്പും നൽകിയിരുന്നു. ഗാസയുടെ തെക്കും മധ്യഭാഗത്തുമുള്ള ചിലയിടങ്ങളിൽ കരയാക്രമണം നടത്തിയെന്നാണ് ഇസ്രയേൽ സൈന്യം പറഞ്ഞത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേശം കേൾക്കൂ, ബന്ദികളെ തിരിച്ചു തരൂ, ഹമാസിനെ പുറത്താക്കൂ, മറ്റു ചില സാധ്യതകളും നിങ്ങൾക്ക് മുന്നിലുണ്ട്. ഗാസ ഉപേക്ഷിച്ച് നിങ്ങളുടെ വേണ്ടവരുടെ മറ്റിടങ്ങളിലേക്ക് പോകാം എന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞത്. ബന്ദികളെ വിട്ടയച്ചാൽ നല്ല ഭാവി കാത്തിരിക്കുന്നുവെന്നും അല്ലെങ്കിൽ നിങ്ങൾ മരിക്കുമെന്നും ഈ മാസം ആദ്യം ഗാസയിലെ പലസ്തീനികളെ ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ ഇസ്രയേൽ രൂക്ഷമായ വ്യോമാക്രമണം നടത്തി 413 പേരെ വധിച്ചതോടെ ഗാസയിലെ പലസ്തീനികർ പുതിയ അഭയസ്ഥാനങ്ങൾ തേടി വീണ്ടും പലായനം തുടങ്ങിയിരിക്കുകയാണ്. ബുധനാഴ്ചയും തുടർന്ന ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ജീവനക്കാരനുൾപ്പെടെ 15 പേരാണ് മരിച്ചത്. ജനുവരി 19 ആരംഭിച്ച 42 ദിവസത്തെ വെടിനിർത്തൽ കരാർ മാർച്ച് ആദ്യം അവസാനിപ്പിച്ചതോടെയാണ് ഗാസയിൽ ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ചത്. വെടിനിർത്തൽ കരാർ നിലനിർത്താനുള്ള ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്നും ഇസ്രയേൽ ഉടൻ ആക്രമണം അവസാനിപ്പിക്കുകയും രണ്ടാം ഘട്ട വെടിനിർത്തലിനുള്ള ചർച്ച ആരംഭിക്കുകയും വേണമെന്ന് ഹമാസ് പറഞ്ഞിരുന്നു. എന്നാൽ ഒന്നാം ഘട്ട വെടിനിർത്തൽ നീട്ടണമെന്നാണ് ഇസ്രയേലും US താൽപര്യപ്പെടുന്നത്. ഇതിനുള്ള ഹമാസിന്റെ വിസമ്മതത്തെ ബന്ദിമോചനത്തിനുള്ള സന്നദ്ധയില്ലായ്മയായിട്ടാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത്. 2023 ഒക്ടോബർ 7 ഇസ്രയേൽ കടന്നു കയറി പിടിച്ചുകൊണ്ടുപോയ 251 പേരിൽ 56 പേർ ഇപ്പോഴും ഹമാസിന്റെ കസ്റ്റഡിയിലുണ്ടെന്നാണ് കരുതുന്നത്. അതേസമയം ആക്രമണം പുനരാരംഭിച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇസ്രയേൽ വൻ ജനകീയ പ്രതിഷേധമാണ്. ജെറുസലേമിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്രയേലി പാർലമെന്റായ നെസ്റ്റിന് പുറത്ത് 10,000-കണക്കിന് ജനങ്ങളായിരുന്നു തടിച്ചുകൂടിയത്. ഇസ്രയേലിന്റെ ഭാവിക്ക് വേണ്ടിയോ നിങ്ങളുടെ സഖ്യ സർക്കാരിന്റെ ഭാവിക്ക് വേണ്ടിയോ എന്നുൾപ്പെടെയുള്ള ബാനറുകളും ഏന്തിയാണ് പ്രതിഷേധം നടക്കുന്നത്. ഇസ്രയേലിന്റെ ആഭ്യന്തര സുരക്ഷാ സേനയായ ഷിൻ ബെത്തിന്റെ മേധാവി റോണർ ബാറിനെ പുറത്താക്കാനുള്ള തീരുമാനവും ജനരോഷത്തിന് കാരണമായിട്ടുണ്ട്. നെതന്യാഹുവിന്റെ സ്വകാര്യ വസതിയിലേക്ക് പ്രതിഷേധക്കാർ മാർച്ച് നടത്തി. 42 ദിവസത്തെ വെടിനിർത്തൽ അവസാനിപ്പിച്ചതിനു പിന്നാലെ തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ചയുമായി ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 404 പേരാണ് കൊല്ലപ്പെട്ടത്. 562 പേർക്ക് പരിക്കുമേറ്റു. കൊല്ലപ്പെട്ടവരിൽ ഭൂരിപക്ഷവും കുട്ടികളാണ്. 3 ഘട്ടമായി നടപ്പാക്കാൻ ധാരണയായ വെടിനിർത്തലിന്റെ ലംഘനമാണ് ആക്രമണമെന്നാണ് ഹമാസിന്റെ ആരോപണം. യുദ്ധം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങളെ ഇസ്രയേൽ അപകടത്തിലാക്കുന്നുവെന്നും ഹമാസ് ആരോപിക്കുന്നുണ്ട്.